ഗൈസ്, അപ്പം നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ അറിയാവുന്ന എന്നെ കണ്ടിട്ടുള്ള ആളുകളാണ്. അവരിവിടെ നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആളെന്ന് ഇങ്ങനെ നോക്കണം നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് 3 പേർക്കും സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ഹേർട്ടായിട്ടോ. പക്ഷേ കുഴപ്പമില്ല, അതിൽ ഒരാളുടെ യൂട്യൂബ് ചാനൽ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അവർക്ക് ഞാൻ സത്യത്തിൽ വിചാരിച്ചില്ല കേട്ടോ. കാരണം നമ്മൾ ഇത്രയും സംസാരിച്ചിട്ടും ഒച്ച വെച്ചിട്ടൊക്കെ ഭയങ്കര കുറവാണ് സപ്പോർട്ട് ചെയ്യണ ആളുകൾ. പക്ഷെ അങ്ങനെയുള്ള ആള് അത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ആളങ്ങനത്തെ ഒരു അതെ യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും അതെ സത്യമായിട്ട് അതെ. എന്തായാലും എനിക്ക് ഭയങ്കര എന്താ പറയാ, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. ഞാൻ എന്തായാലും അത് മറക്കത്തില്ല. എന്തായാലും അവരെപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ടാവും. ഞാൻ വിചാരിച്ചില്ല ആക്ച്വലി അവർക്ക് അങ്ങനെ ഒരു ഞാൻ കളിയാക്കി പറഞ്ഞു സെൽഫി എടുക്കാനായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ അയ്യോ, ഞാൻ അതിൽ നിന്ന് പോന്നിട്ടില്ല. ഞാൻ അവരെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളുടെ കണ്ടന്റിലേക്ക് പോവാം. എന്തായാലും അവരെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവൻ്റെ പേര് എന്താണ്, ഫെയ്ത്ത് മോൻ അങ്ങനെ എന്തോട്ടാണ് അവൻ്റെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ടൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കോ കിട്ടുള്ള അവർക്കങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ബിജിത്തേട്ടനോട് ചോദിക്കാൻ പോകുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേട്ടൻ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പോയ സമയത്ത് ചേട്ടനോട് കുറേ പേര് പറഞ്ഞായിരുന്നല്ലോ, എന്ന് പറഞ്ഞാൽ എടുക്കേണ്ടടാ മെയിൻ്റനൻസ് കൂടുതലായിരിക്കുമെന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ലോങ് ഡ്രൈവിനായിരിക്കുമോ കുറച്ചും കൂടെ ബെറ്റർ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഞാൻ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, നോർമൽ വണ്ടിക്ക് നമ്മുടെ സർവീസിന് എന്ത് കോസ്റ്റ് ആവുന്നോ അതിനേക്കാളും കുറച്ചുകൂടെ കോസ്റ്റിന് അത് കൂടുതലുണ്ടെന്നുള്ളൂ. കാരണം ഇത് 10-15 കൊല്ലം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പാർട്സിനുള്ള കംപ്ലൈൻറ്റുകൾ കാര്യങ്ങൾ നിലവിൽ വരും. പുതിയ വണ്ടിക്ക് അത്ര കംപ്ലൈൻറ്റുകൾ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വൺസ് ഒരു ടൈം അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മളതിങ്ങനെ പതുക്കെ നമുക്ക് യൂസ് ചെയ്യാനുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ നമുക്ക് ഓരോ പ്രാവശ്യം കയറുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 4 മാസം മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എത്ര വരാറുണ്ട് അത് ഒരു 20 to 30 നമുക്ക് വരാറുണ്ട്. ഇപ്രാവശ്യം ചെയ്തത് കുറച്ചൊരു മൊത്തം ചിലവണം കൂടിയിട്ട്. പക്ഷേ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറേ സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൂടെ ചേർത്തിട്ട് ഒരു 40 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള കുറച്ച് എക്സ്പെൻസ് അത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൂട്ടും. ബിക്കോസ് നമ്മൾ അത്രയും ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിയിൽ റൈഡ് എങ്ങനെയുണ്ടായി? എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ മറ്റേ എയർ ഇൻടേക്കിന്റെ ആ ഒരു ശബ്ദമില്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കത് അത് എന്താണ് ഞാൻ വിചാരിച്ചില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ സ്കോഡ അങ്ങനെ അധികം ഓടിച്ചിട്ടില്ല. പക്ഷേ ഈ പഴയ മോഡല് പുതിയത് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ മോഡൽ ഇത്രയും ആ ഒരു ടെർബോ ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിരുന്ന് ബാക്കിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റ് എനിക്കത് കിട്ടിയത്. ഇനി ഒന്ന് ഓടിച്ചു നോക്കണം, അപ്പോൾ കുറച്ചും കൂടെ കിട്ടും.